ഹായ് നമസ്കാരം. വാസ്തുവിദ്യത്തിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ കിണറിൻ്റെ സ്ഥാനം പല വീഡിയോയിലും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി കിണറിൻ്റെ സ്ഥാനം തെറ്റിക്കഴിഞ്ഞാൽ എന്താണ് സൊല്യൂഷൻ? പലപ്പോഴും ചിലർക്ക് കിണർ മാറ്റാൻ തന്നെ പറ്റാത്തൊരവസ്ഥ വരും. കാര്യം സിറ്റിയിലായിരിക്കും, ചിലപ്പോൾ ചെറിയൊരു സ്പേസിലായിരിക്കും നമ്മളുടെ വീട് നിൽക്കുന്നത്. അപ്പോൾ അതിനകത്ത് പ്രത്യേകിച്ച് ഇപ്പോൾ കിണർ ചിലപ്പോൾ ചില സമയങ്ങളിൽ അഗ്നികോണിലോ വായുകോണിലോ ഒക്കെ ആയിപ്പോകുന്ന അവസ്ഥ, കന്നിമൂലയിലൊക്കെ ആയിപ്പോകുന്ന അവസ്ഥ വന്നിട്ട് പലരും ബുദ്ധിമുട്ടുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ നമുക്കെപ്പോഴും കിണറിൻ്റെ സ്ഥാനം തെറ്റിക്കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട സൊല്യൂഷൻ എന്ന് പറയുന്നത് കിണറിൻ്റെ സ്ഥാനം മാറ്റുക എന്നുള്ളത് തന്നെയാണ്. പക്ഷെ അത് പറ്റാതെ വരുന്ന ഘട്ടങ്ങളിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാം, അതാണ് ഈ വീഡിയോ നമ്മൾ സംസാരിക്കുന്നത്. ഒന്ന്, നിങ്ങൾ കിണർ അങ്ങനെ ഒരു കിണറാണ്, സ്ഥാനം തെറ്റിയൊരു കിണറാണ് നിങ്ങൾക്കുണ്ടെങ്കിൽ ആ കിണറിന് ഒരു മൂടിയിട്ടിട്ട് മൂടാൻ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കുക. ആദ്യം തന്നെ അത് ചെയ്യണം. രണ്ടാമതായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് നല്ല മെഡിസിനൽ പ്ലാന്റ്സ്, അല്ലെങ്കിൽ ഇപ്പോൾ ഈ തുളസി പോലുള്ള ചെടികൾ, നല്ല ചെടികൾ കിണറിന് ചുറ്റും നട്ടുകൊണ്ട് ഈ നെഗറ്റിവിറ്റിയെ നമ്മൾ ഒന്ന് പ്രിവെൻറ്റ് ചെയ്യാൻ നമുക്ക് ശ്രമിക്കാം. പിന്നെ ഈ മിറർ, ഒരു കണ്ണാടി നമ്മൾ കിണറിൻ്റെ അടുത്ത് കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ഒരു പരിധിവരെ നമുക്ക് ഈ നെഗറ്റിവിറ്റിയെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇനി ഈ ഫെങ്ഷുയിലൊക്കെ കാണുന്ന ഈ കൈൻസ് എന്ന് പറയുന്നത്, നമ്മൾ ഈ മണിനാദങ്ങൾ ഉണ്ടാക്കുന്ന ചെറിയ, നമ്മൾ കാറ്റൊക്കെ അടിക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ വീട്ടിലൊക്കെ തൂക്കിയിട്ടിരിക്കുന്ന കണ്ടിട്ടുണ്ട് ചിലർ. ആ സാധനമൊക്കെ കിണറിൻ്റെ ഇതിൽ തൂക്കിയിടുന്നത് നല്ലതായിരിക്കും. പിന്നെ നമുക്ക് പറയാൻ പറ്റുന്ന മറ്റൊരു സൊല്യൂഷൻ എന്ന് പറയുന്നത് കിണറിൻ്റെ അടുത്ത് പോയി ഇടയ്ക്കിടയ്ക്ക് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. നമ്മുടെ പ്രാർത്ഥന ഇടയ്ക്കൊക്കെ കിണറിൻ്റെ ആ സൈഡിൽ പോയി നിന്ന് ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുക. ഇത്തരം കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ആ കിണർ മുഖാന്തരം ഉണ്ടാകുന്ന കുറേ വാസ്തു പ്രശ്നങ്ങളെ നിങ്ങൾക്ക് പരിഹരിക്കാൻ പറ്റും. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു നല്ല വീഡിയോയുമായി നിങ്ങൾ മുന്നിൽ എത്തുന്നവരെ നന്ദി.